വചനം വചനം നീതിയുടെ വചനം ദൈവവചനം ജീവന്റെ വചനം നീതിയുടെ വചനം നീതിയുടെ വചനം. വചനം കേൾക്കുവാൻ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹ വന്ദനം. വചനത്തെ നമുക്ക് രണ്ട് വിധത്തിൽ സമീപിക്കാം. ഒന്ന്, വചനം വായിച്ചു വിടാം. രണ്ട്, വചനം പഠിച്ച് മുന്നേറാം. ഇതിലേത് കൂട്ടത്തിലാണ് നാം? വചനം വായിച്ചു വിടുന്നവരുടെ കൂട്ടത്തിലാണോ അതോ വചനം പഠിച്ച് മുന്നേറുന്നവരുടെ കൂട്ടത്തിലാണോ? ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ജ്ഞാനവും പരിജ്ഞാനവും. ഈ രണ്ട് വാക്കുകൾ നാം തിരുവചനത്തിൽ പലയിടത്തും കാണുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലാണ് ഇത് ഏറ്റവും കൂടുതൽ. അതായത് അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങളിലാണ് ഇത് കൂടുതലും കാണുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഈ രണ്ട് വാക്കുകൾ, അതായത് ജ്ഞാനവും പരിജ്ഞാനവും ഉൾക്കൊള്ളുന്ന വാക്യങ്ങൾ ഏതൊക്കെ ഉണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അതിന് നമുക്ക് ഉദാഹരണത്തിന് ഒന്ന്, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. അത് പഴയ നിയമത്തിൽ നിന്ന്. ഇനി പുതിയ നിയമത്തിൽ നിന്ന് എഫേസ്യർ 1:17. അത് ഓരോന്നായി നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്തേത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. അവിടെ ആ വാക്യം തുടങ്ങുന്ന ആ അധ്യായം തുടങ്ങുന്നത് തന്നെ ഇശായിയുടെ കുറ്റിയിൽ നിന്നും ഒരു മുള പൊട്ടിപ്പുറപ്പെടും, അതിൽ ഒരു കൊമ്പ് ഫലം കായ്ക്കും, ആ ഫലമാണ് കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിനെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ പറയുന്ന പ്രവചന ശബ്ദമാണിത്. ഇനിയും 2-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കിടക്കാം. അതാണ് നമ്മുടെ വാക്യം. അതിലാണ് ഈ രണ്ട് വാക്കുകളും ഉൾക്കൊണ്ടിരിക്കുന്നത്. ജ്ഞാനത്തിൻ്റെയും അവനിൽ എന്ന് പറഞ്ഞ ആരാ? യേശുക്രിസ്തുവിൽ ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ്. ഈ ആത്മാവ് അവനിൽ ഉണ്ടായിരുന്നു. ആരിൽ? യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്നു. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്. അപ്പം ജ്ഞാനമെന്നുള്ള വാക്ക് അവിടെ വന്നു. വിവേകമെന്ന് പറയുന്നത് ജ്ഞാനത്തേക്കാൾ അല്പം കൂടെ സ്റ്റാൻഡേർഡ് കൂടിയതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ്. പരിജ്ഞാനത്തിൻ്റെ ആത്മാവെന്ന് പറയുമ്പോൾ പരിജ്ഞാനവും യഹോവ ഭക്തിയും ഒന്നിച്ച് നിൽക്കുന്നതാണ്. അത് മനസ്സിലാക്കുന്നതിന് പരിജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ യഹോവ ഭക്തി നമുക്കുണ്ടാകുകയുള്ളൂ. അപ്പോൾ പരിജ്ഞാനം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ അല്പം കൂടി കടന്ന് ചിന്തിക്കണം. അപ്പോൾ പരിജ്ഞാനം എന്ന് പറയുന്നത് ഒരു പൂർണ്ണ അറിവാണ്. അപ്പോൾ ഈ കടന്നു വരാൻ പോകുന്ന യേശുക്രിസ്തു പരിജ്ഞാനത്തിൻ്റെ നിറവായിരുന്നു. അപ്പോൾ പൂർണ്ണ പരിജ്ഞാനമായിരുന്നു. അഥവാ എല്ലാവിധത്തിലും പൂർണ്ണനായിരുന്നു. പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവിനെയാണ് യേശുക്രിസ്തുവിന് ഉയരത്തിൽ നിന്ന് പിതാവായ ദൈവം നൽകിക്കൊടുത്തത്. അപ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ഒരു പൂർണ്ണ അറിവാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്. അത് നമുക്ക് കൊലോസ്യ ലേഖനം 2:9 നമുക്ക് കാണാൻ സാധിക്കും. അതായത് അവനിലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും
ദേഹരൂപമായി വസിക്കുന്നത്. അവനിൽ നാമും സമ്പൂർണരായി കഴിഞ്ഞു. ആ യേശു ക്രിസ്തുവിൽ കൂടിയാണ് നമുക്കും സമ്പൂർണത ലഭിച്ചത്. അല്ലാതെ നമുക്ക് മനുഷ്യന് സ്വയമായിട്ട് സമ്പൂർണത നേടുവാൻ സാധ്യമല്ല. യേശു ക്രിസ്തുവിൽ കൂടി മാത്രമേ മനുഷ്യന് സമ്പൂർണത ലഭിക്കുകയുള്ളൂ. അത് എബ്രായ ലേഖനത്തിലും പറഞ്ഞിട്ടുണ്ട്, 10:14 പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൊലോസ്യ ലേഖനം 2:9 പറഞ്ഞിരിക്കുന്നത് അവനിലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. മനുഷ്യരൂപത്തിൽ മനുഷ്യ സാദൃശ്യത്തിൽ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു യേശു ക്രിസ്തു എന്നുള്ളതാണ്. അതാണ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള അറിവ് എന്ന് പറയുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പൂർണ്ണമായിട്ട് അറിയണമെങ്കിൽ 3 കാര്യങ്ങൾ ആവശ്യമാണ്. ഒന്ന്, യേശു ക്രിസ്തു ആരാണ്? രണ്ടാമത്, യേശു ക്രിസ്തു എന്തിനു വേണ്ടി വന്നു? സ്വർഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞ് യേശു ക്രിസ്തു മനുഷ്യരൂപത്തിൽ എന്തിനു വെളിപ്പെട്ടു? മൂന്നാമത്തേത്, അവൻ വന്ന് എന്താണ് ഇവിടെ സാധിച്ചത്? ഈ 3 അറിവുകൾ പൂർണ്ണമാകുമ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പൂർണ്ണ അറിവ് നമുക്ക് ലഭ്യമാകും. അതായത് അങ്ങനെയാണ് പൗലോസ് അപ്പോസ്തലൻ എഴുതി വെച്ചത്, അവനിലല്ലോ, പ്രൈസ് ദ ലോർഡ്, അവനിലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപത്തിൽ വസിക്കുന്നത് എന്നാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഴുതി വെച്ചിരിക്കുന്നത് വചനമായിട്ട്. ഇനിയും യഹോവാഭക്തിയുടെയും പരിജ്ഞാനത്തിൻ്റെയും ആത്മാവെന്നാണ് പറഞ്ഞത്. പരിജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ, അതായത് പൂർണ്ണ അറിവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉണ്ടെങ്കിൽ മാത്രമേ ആ യേശു ക്രിസ്തുവിനെ നമുക്ക് ആരാധിക്കാൻ സാധിക്കൂ. ആ യേശു ക്രിസ്തുവിനെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പൂർണ്ണം, അതാണ് യേശു ക്രിസ്തുവിന് പൂർണ്ണ ഭക്തനായി തീരുക എന്ന് പറഞ്ഞാൽ പൂർണ്ണ പരിജ്ഞാനം അല്ലെങ്കിൽ പൂർണ്ണ ജ്ഞാനം ആ യേശു ക്രിസ്തുവിനെ കുറിച്ചുണ്ടെങ്കിൽ മാത്രമേ യേശു ക്രിസ്തുവിൻ്റെ ഭക്തൻ എന്ന് പറയുവാൻ നമുക്ക് കഴിയുള്ളൂ. അങ്ങനെ ഭക്തിയുടെ മർമ്മം എന്താണെന്നുള്ളത് നമ്മൾ വേറെ ഒരു എപ്പിസോഡിൽ ചെയ്തതാണ്. അതിനാധാരമായിട്ടൊരു വാക്യവുമുണ്ട്. അതായത് 1 തിമോത്തി 3:16 ഭക്തിയുടെ മർമ്മം എന്താണെന്നുള്ളത് അവിടെ പറയുന്നുണ്ട്. അവിടെ യേശു ക്രിസ്തുവിൻ്റെ പൂർണ്ണ രൂപം അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അവിടെയും നമുക്ക് മനസ്സിലാക്കാം യേശു ക്രിസ്തു പരിജ്ഞാനത്തിൻ്റെ ഉറവിടമാണ് എന്ന്. അങ്ങനെ പൂർണ്ണ ജ്ഞാനം അല്ലെങ്കിൽ പൂർണ്ണ അറിവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉള്ളതിനാണ് പരിജ്ഞാനം എന്ന് നാം പറയുന്നത്. ഇനിയും പുതിയ നിയമത്തിലെ ഒരു വാക്യം നമുക്കെടുക്കാം. അതായത് എഫേസ്യർ 1:17. എഫേസ്യർ 1:17. അത് പല വാക്യങ്ങൾ ഒന്നിച്ചാണ് കിടക്കുന്നത്. അതിൻ്റെ 17ൻ്റെ ഒരു ഭാഗം മാത്രമേ ഞാൻ വായിക്കുന്നുള്ളൂ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ്റെ ഒരു പ്രാർത്ഥനയായിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ നിങ്ങൾക്ക് അത് ലഭിക്കണമേ, ഇത് ലഭിക്കണമേ, അത് തരണേ, ഇത് തരണേ എന്ന് പ്രാർത്ഥിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കൊരു വെളിപ്പാടുണ്ടാകണം. പൗലോസ് അപ്പോസ്തലൻ ആരോടൊക്കെ സുവിശേഷം പറയുന്നുണ്ടോ അവർക്കൊക്കെ ഈ പരിജ്ഞാനമുണ്ടാകണം. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനമുണ്ടാകണം. അതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും. അപ്പോൾ ഈ വാക്യത്തിൽ നിന്നും നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്. ഈ 3 വാക്കുകൾ, ഇവിടെ 3 വാക്കുകളാണ് കാണുന്നത്. ഒന്ന് ജ്ഞാനം, മറ്റൊന്ന് വെളിപ്പാട്, മറ്റൊന്ന് പരിജ്ഞാനം. ഈ 3 വാക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ നമുക്ക് കഴിയും. ഒരു സമവാക്യം കൊണ്ട് നമുക്കതിനെ ബന്ധിപ്പിക്കാം. അതായത് ജ്ഞാനവും വെളിപ്പാടും ചേരുന്നതാണ് പരിജ്ഞാനം. അതായത് ജ്ഞാനം അത് സമവാക്യമാക്കുമ്പോൾ ജ്ഞാനം പ്ലസ് വെളിപ്പാട് സമം പരിജ്ഞാനം.
അത് മനസ്സിലാക്കാനായിട്ട് കുറേ കൂടെ ലളിതമായിട്ടുള്ള ഒരു ഉദാഹരണം ഞാൻ പറയാം. ജ്ഞാനം മനസ്സിലാക്കാനായിട്ട് നമുക്ക് മർക്കോസ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം എന്താണ്, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം, അത് മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള 5 വരെയുള്ള വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തു ആരാണ്? മുമ്പേ നമ്മൾ പറഞ്ഞല്ലോ, യേശുക്രിസ്തു ആരാണ് എന്നുള്ളത് അറിയണം. യേശുക്രിസ്തു ആരാണ് എന്നുള്ളത് ജ്ഞാനത്തിൻ്റെ വാക്കുകളിൽ കൂടി പറഞ്ഞാൽ എന്താ അത്? യേശുക്രിസ്തു മറിയയുടെയും ജോസഫിൻ്റെയും ഒരു പുത്രൻ, അത് പരപുത്രന്മാരിൽ ഒരാൾ. യേശുക്രിസ്തുവിൻ്റെ സഹോദരന്മാരാണ് യാക്കോബ്, യോസെ, യൂദാ, ശിമോൻ, ഇവരെല്ലാം യേശുവിൻ്റെ സഹോദരന്മാരാണ്. യേശുക്രിസ്തു ഒരു ആശാരിയായിരുന്നു, കാരണം അപ്പൻ്റെ തൊഴിൽ ആശാരിപ്പണിയായിരുന്നു. അതുകൊണ്ട് ഇതാണ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ജ്ഞാനം വെച്ചുകൊണ്ടിരിക്കുന്നിടത്ത് യേശുക്രിസ്തു ചെന്നിട്ട് അവിടെ മർക്കോസ് 6-ന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്, അവന് യാതൊരു വീര്യപ്രവൃത്തികളും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്താ കഴിയാഞ്ഞതിൻ്റെ കാരണം? ഈ ജ്ഞാനം കൊണ്ട് നമുക്കൊന്നും ഇവിടെ ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ യേശുക്രിസ്തു എവിടെ നിന്ന് വന്നു എന്ന് നാം അറിയണം. അവൻ എന്തിനു വേണ്ടി വന്നു എന്നറിയണം. അവൻ എന്താണ് ഇവിടെ ചെയ്തത് എന്ന് നാം അറിയണം. എങ്കിൽ മാത്രമേ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പൂർണ്ണ അറിവ് നമുക്ക് ലഭ്യമാകുകയുള്ളൂ. അത് ഒരിക്കൽ നിക്കോദിമോസിനോട് യേശുക്രിസ്തു പറഞ്ഞതാണിത്. കാറ്റെവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ല. അങ്ങനെ നിക്കോദിമോസിനോട് പറഞ്ഞിട്ട് നിക്കോദിമോസിനൊന്നും മനസ്സിലായില്ല. പക്ഷേ യേശുക്രിസ്തു പറഞ്ഞത് എന്താണ്? അടുത്ത 8-ാം അധ്യായത്തിൽ 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കാറ്റെവിടെ നിന്ന് വരുന്നു എന്ന് എവിടേക്ക് പോകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ല. എന്നാൽ 8:14 എന്താ പറയുന്നത്? ഞാൻ എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും ഞാൻ അറിയുന്നു. പ്രൈസ് ദ ലോർഡ്. യേശുക്രിസ്തുവിന് അറിയാം എവിടെ നിന്നാണ് വന്നതെന്ന്. അവൻ സ്വർഗത്തിൽ നിന്ന് വന്നവനാണ്. സ്വർഗത്തിൽ നിന്ന് വന്നിട്ട് അവൻ സ്വർഗത്തിലേക്ക് പോകാനുള്ളവനാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പൂർണ്ണ അറിവ് യേശുക്രിസ്തുവിനുണ്ടായിരുന്നു. അതാണ് ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി യേശുക്രിസ്തുവിൽ വസിക്കുന്നു എന്നുള്ളതും യേശുക്രിസ്തുവിനറിയാം. പക്ഷേ ഇതൊന്നും നിക്കോദിമോസിനോ അല്ലെങ്കിൽ അന്നത്തെ യഹൂദന്മാർക്കോ ആർക്കും ഇതൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ജ്ഞാനമെന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനങ്ങളാണ്. പരിജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? യേശുക്രിസ്തു. ജ്ഞാനം എന്നുള്ളത് യേശുക്രിസ്തുവിനെ കുറിച്ച് എന്ന് പറഞ്ഞിരിക്കുന്ന മറിയയുടെ ജോസഫിൻ്റെ മകൻ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തു എന്താണ് പറയുന്നത്? ഞാൻ എവിടെ നിന്ന് വന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും ഞാൻ അറിയുന്നു. അപ്പോൾ യേശുക്രിസ്തുവിന് അറിയാം യേശുക്രിസ്തു ദൈവത്തിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് വന്നവനാണെന്നും അവൻ സ്വർഗത്തിലേക്ക് പോകുന്നവനാണെന്നും അവനിവിടെ എന്താണ് ചെയ്തത്, അതാണ് അടുത്ത പോയിന്റ്. യേശുക്രിസ്തു ഇവിടെ എന്താണ് ചെയ്തത്? യേശുക്രിസ്തു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അവൻ്റെ പാപമാണ്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വേറെ എപ്പിസോഡിൽ ചിന്തിച്ചിട്ടുള്ളതാണ്. ആ പാപത്തിന് പരിഹാരമായിട്ടാണ് യേശുക്രിസ്തു ഇവിടേക്ക് കടന്നു വന്നത്. ഒരു സാധാരണ മനുഷ്യന് അത് കഴിയുമോ? അതായത് ആശാരിയുടെ മകന് അത് കഴിയുമോ? ഇല്ല. യേശുക്രിസ്തുവിന് മാത്രമേ അത് കഴിയുകയുള്ളൂ. അതുകൊണ്ട് പാപത്തിൽ നിന്നുള്ള മോചനം അതെങ്ങനെയാണ് യേശുക്രിസ്തു നേടിത്തന്നത്? തൻ്റെ സ്വന്തം രക്തം ചിന്തി. അങ്ങനെയാണ് താൻ പാപത്തിൽ നിന്നുള്ള മോചനം നമുക്ക് നൽകിത്തന്നത്, മാനവരാശിക്ക് നൽകിത്തന്നത്. ഇതിൽ പല ഒരു ഭാഗ്യം എന്താണ് നമുക്ക് അനുഭവിക്കാനുള്ളത്? മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നത്തിന് അവിടെ പരിഹാരം കാണുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം നമുക്ക് ഉറപ്പാക്കണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ തൽക്കാലത്തേക്ക് മാറ്റിവെക്കണം. അതായത് ഇടരുതാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാര്യങ്ങളിൽ അടിസ്ഥാനം ഇട്ടുകൊണ്ടിരുന്നാൽ നമുക്ക് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം ലഭിക്കുകയില്ല. എന്തൊക്കെയാണ് അടിസ്ഥാനം ഇടരുതാത്ത കാര്യങ്ങൾ? അതിന് എബ്രായർ 6:1 നോക്കണം. എബ്രായർ 6:1
അതാ 6:1-2 നോക്കാം. അതുകൊണ്ട് നിർജീവ പ്രവർത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുദ്ധാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യവചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിക്കുവാൻ ശ്രമിക്കുക. എത്ര അർത്ഥവത്തായ ഒരു വാക്യമാണിത്, നമ്മൾ ഓർക്കണം. ഇതൊരു പല പ്രാവശ്യം നമ്മൾ വായിക്കണം. ഏത്? എബ്രായർ 6:1-2. അതുകൊണ്ടെന്നും പറഞ്ഞാണ് അവിടെ ആ വാക്യം ആരംഭിക്കുന്നത്. ഏതുകൊണ്ടാണ്? അത് 5-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ പറയുന്നുണ്ട്. എബ്രായർ എന്ന് പറയുന്നത് ആരാണ്? ഈ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകളാണ്. നൊബേൽ സമ്മാനത്തിൽ കൂടുതലും വാങ്ങിക്കുന്നത് ആരാണ്? എബ്രായരാണ്. അവർക്ക് പോലും അറിയത്തില്ലായിരുന്നു നീതിയുടെ വചനം എന്താണെന്നുള്ളത്. നീതിയുടെ വചനത്തെക്കുറിച്ച് എബ്രായർ 5-ന്റെ ഒടുവിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നീതിയുടെ വചനത്തിൽ പരിജ്ഞാനമുള്ളവരല്ല. ആര്? എബ്രായർ. അതുകൊണ്ട് നിങ്ങൾക്കത് പരിജ്ഞാനം വരണമെങ്കിൽ നിങ്ങൾ കുറേ മെച്യൂർഡ് ആകണം. എന്ന് പറഞ്ഞാൽ കുറേ മെച്യൂരിറ്റി, എന്ന് പറഞ്ഞാൽ കുറേ പക്വത പ്രാപിച്ച് വചനം കുറേ പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എബ്രായർക്ക് മനസ്സിലായാലും പിന്നെ നമ്മുടെ കാര്യം പറയണം. വാസ്തവത്തിൽ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പരമ്പര, അതായത് ഇങ്ങനെ തുടങ്ങുവാൻ തന്നെയുള്ള കാരണം, നീതിയുടെ വചനം എന്നുള്ള പരമ്പര തുടങ്ങാൻ തന്നെ കാരണം അതാണ്. അവിടെയാണ് നീതിയുടെ വചനം എന്ന് പുതിയ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നീതിയുടെ വചനത്തിൽ നിങ്ങൾ പരിജ്ഞാനമില്ലാത്തവരാണ്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നിർജ്ജീവ പ്രവർത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം ഇതെല്ലാം വിട്ട് കളഞ്ഞിട്ട് ഇതിൽ അടിസ്ഥാനം ഇടരുത്. പക്ഷേ അവിടെ നമുക്ക് വളരെ ആത്മലോകത്തിന് വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വാക്യമാണത്. ദൈവത്തിങ്കലെ വിശ്വാസത്തിൽ അടിസ്ഥാനം ഇടരുതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നത്? ദൈവത്തിങ്കലെ വിശ്വാസത്തിൽ അടിസ്ഥാനം ഇടരുത് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞാൽ അത് നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? പക്ഷേ ദൈവമക്കളെ, നമ്മൾ ആത്മാവിൽ ചിന്തിക്കണം. ഇത് ആരോടായി പറയുന്നത്? ഇത് എബ്രായരോടാണ് പറയുന്നത്. എബ്രായരുടെ ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്തോ ദൈവവിശ്വാസമാണ്. അത് യേശു ക്രിസ്തുവിനെ കൂടാതെയുള്ള ദൈവവിശ്വാസമാണ്. ആ വിശ്വാസത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. അതിൽ അടിസ്ഥാനമിടരുത്. യേശു ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ദൈവമാണ്, അല്ലെങ്കിൽ യേശു ക്രിസ്തു തന്നെ. യേശു ക്രിസ്തു എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഞാനും പിതാവും ഒന്നാകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാനും പിതാവും ഒന്നാകുന്നു. ആ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം കൊണ്ട് യേശു ക്രിസ്തുവിനെ കൂടാതെ അവരുടെ ദൈവവിശ്വാസം പൂർണ്ണമല്ല. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത എന്താണ്? സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം. ഇതൊന്നും അടിസ്ഥാനമിടരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം എന്ന് പറയുന്നത് യേശു ക്രിസ്തു എന്താ പറഞ്ഞിട്ടുള്ളത്? എനിക്കൊരു സ്നാനം ഏൽക്കുവാനുണ്ട്. ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? യേശു സ്നാനം ഏറ്റതിന് ശേഷമായി പറയുന്നേ. അപ്പോൾ യേശു ക്രിസ്തു അർത്ഥമാക്കിയത് എന്താണ്? ഒരു ദൗത്യം യേശു ക്രിസ്തു നിർവഹിക്കാനുണ്ട്. എവിടെ? ക്രൂശിൽ. എന്താണത്? ടെറ്റലസ്റ്റായ്, സകലവും ഉണ്ട്. അതാണ് യേശു ക്രിസ്തുവിൻ്റെ സ്നാനമായിട്ട് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം കൈവെപ്പ്. ഇതൊക്കെ പണ്ടത്തെ ആചാര അനുഷ്ഠാനങ്ങളാണ്. ഇന്നും അതൊക്കെ നിലനിൽക്കുന്നു. മരിച്ചവരുടെ പുനരുദ്ധാനം, ഇതെല്ലാം നേരത്തെ ഉള്ളതാണ്. മരിച്ചവരുടെ പുനരുദ്ധാനം, നിത്യശിക്ഷാവിധി, ഇതിലൊന്നും അടിസ്ഥാനമിടരുത്. ഇതിൽ അടിസ്ഥാനമിടരുത് പറയാൻ കാരണം എന്താ? കാരണം മരിച്ചവരുടെ പുനരുദ്ധാനവും നിത്യശിക്ഷാവിധിയൊക്കെ ആരുടെ കയ്യിലാണ്? നമ്മുടെ കയ്യിലാണോ? അല്ല, അത് യേശു ദൈവത്തിൻ്റെ കൈകളിലാണ്. ആ ദൈവത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് നമ്മൾ കയറി ഇടപെടാൻ ചെല്ലണ്ട. അത് ദൈവം കൈകാര്യം ചെയ്തോളും. അത് നമ്മൾ അതിൽ അടിസ്ഥാനം ഇട്ടുകൊണ്ട് അതും ഇതും കയറി പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല. അതിൽ അടിസ്ഥാനം ഇടരുതെന്ന്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം പറയാൻ കാര്യം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെന്താ പറയുന്നത്? യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് എന്ത് ചെയ്യണം? പരിജ്ഞാനപൂർത്തി പ്രാപിക്കുക. അവിടെ വീണ്ടും പരിജ്ഞാനം കയറി വരുന്നുണ്ട്. പരിജ്ഞാനപൂർത്തി പ്രാപിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള
ഏത് വിടണം? ആദ്യവചനം. എന്താണ് ആദ്യവചനം? മുമ്പേ ഞാൻ പറഞ്ഞു. ഏതാ അത്? മർക്കോസിന് സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ളത്. മറിയുടെയും ജോസഫിൻ്റെയും മകനെന്നും പറഞ്ഞ് തുടങ്ങുന്നുണ്ടല്ലോ. അതാണ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം. അതിൽ നിങ്ങൾ അടിസ്ഥാനമിടരുത് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനത്തിൽ നിങ്ങൾ അടിസ്ഥാനം ഇടരുത്. യേശു ക്രിസ്തു ആരാണ്? അവൻ എവിടെ നിന്നാണ് വരുന്നത്? അവൻ വന്നത് സ്വർഗത്തിൽ നിന്നാണ്. അതായത് പിതാവായ ദൈവത്തിൽ നിന്നാണ് യേശു ക്രിസ്തു കടന്നു വരുന്നത്. എന്നാൽ യേശു ക്രിസ്തു പിന്നീട് പറഞ്ഞിട്ടുണ്ട്, പിതാവായ ദൈവവും അതുപോലെ തന്നെ ഞാനും പിതാവും ഒന്നാകുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പലരും മറന്നു പോകുന്ന ഒരു സത്യമാണത്. ഞാനും പിതാവും ഒന്നാകുന്നു. അപ്പോൾ പിതാവും യേശു ക്രിസ്തുമായിട്ടുള്ള ബന്ധം എന്തുവാ? ബന്ധം അവരൊന്നു തന്നെയാണ്. ഞാനും പിതാവും ഒന്നാകുന്നു. അത് കഴിഞ്ഞിട്ട് വേറെ എന്താ പറഞ്ഞിരിക്കുന്നത്? പിതാവും യേശു ക്രിസ്തുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. യഹൂദന്മാരും അന്ന് ഈ സംശയമൊക്കെ ചോദിച്ചപ്പോൾ യേശു ക്രിസ്തു പറയുന്ന മറുപടിയാണിത്. ഇത്രമാത്രം വ്യക്തമായിട്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് യേശു ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ സത്യങ്ങളൊന്നും യഹൂദന്മാരോ അന്നത്തെ എബ്രായരോ അത് അംഗീകരിച്ചു കൊടുത്തില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? അവർക്ക് തന്നെ ദൈവരാജ്യം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അവർക്ക് തന്നെയാണ് അതിൻ്റെ നഷ്ടം. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ന് ലോകത്തെ ഭരിക്കുന്ന സകല ജനങ്ങളുടെയും ഏറ്റവും വലിയ ഭാരം അഥവാ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യൻ്റെ പാപമോചനമാണ്. ഈ പാപമോചനം യേശു ക്രിസ്തുവിൽ കൂടി മാത്രമേ സാധിക്കുകയുള്ളൂ. എങ്ങനെയാണത് യേശു ക്രിസ്തു സാധിച്ചത്? തൻ്റെ രക്തം ചിന്തി, കാൽവറിയിൽ തൻ്റെ രക്തം ചിന്തി നമ്മളുടെ പാപങ്ങളെ യേശു മായിച്ചു കളഞ്ഞു. അതെവിടെയാ പറഞ്ഞിരിക്കുന്നത്? റോമർ 6:7 പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാപങ്ങളെ യേശു ക്രിസ്തു മോചിച്ചിരിക്കുന്നു എന്നാണ്. എപ്പോൾ? 2000 വർഷം മുമ്പ് യേശു ക്രിസ്തു കാൽവറിയിൽ തൻ്റെ ശരീരം യാഗമായി കഴിച്ചപ്പോൾ തൻ്റെ രക്തം ചിന്തിയാണ് ഈ പാപത്തിൽ നിന്ന് മോചനം നമുക്ക് നൽകി തന്നിരിക്കുന്നത്. ഇന്നും ക്രൈസ്തവ ലോകം ഇതൊന്നും വേണ്ട വിധത്തിൽ അംഗീകരിച്ചിട്ടില്ല. അതായത് ഇന്നും മനുഷ്യൻ ഞാൻ പാപിയാണ്, എന്നോട് ക്ഷമിക്കണമേ, അത് ചെയ്യണേ, ഇത് ചെയ്യണേ എന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ്. കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? പാപത്തിൽ നിന്ന് നീ മോചനം പ്രാപിച്ചിരിക്കുന്നു. എന്നാണ് പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചത്? 2000 വർഷം മുമ്പ് താൻ രക്തം ചിന്തിയപ്പോഴാണ് പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചത്. അതെങ്ങനെയാണ് നമ്മളിൽ ആപ്ലിക്കബിൾ ആകുന്നത്? നാം യേശുവിനെ കർത്താവെന്ന വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ അത് നമ്മളിൽ ആക്ടിവേറ്റഡ് ആകുകയാണ്. ഏത്? പാപമോചനവും നിത്യജീവനും വീണ്ടെടുപ്പും പുതിയ ജനനവും ഇതെല്ലാം നമ്മളിൽ വീണ്ടും നമ്മളിൽ ഉണ്ടാകുകയാണ് ഒരു പുതിയ മനുഷ്യനായി. അതുകൊണ്ട് ഈ തിരിച്ചറിവോടുകൂടി വചനം പഠിക്കാനും വചനം വായിച്ചു വിടാതെ വചനം പഠിച്ച് മുന്നേറുന്നവരായി തീരാം. അങ്ങനെ അനുഗ്രഹം പ്രാപിക്കാം. അങ്ങനെ ജീവിതം മുഴുവൻ സന്തോഷപ്രദമായി അനുഗ്രഹത്തോടു കൂടിയുള്ള ഒരു ജീവിതം നയിപ്പാൻ തക്കവണ്ണം, കുറ്റബോധമില്ലാത്ത ഒരു ജീവിതം നയിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഓരോരുത്തർക്കും ഇടയാക്കട്ടെ. ആമേൻ. ദൈവവചനം